അസ്സലാമു അലൈക്കും. നമസ്കാരം. PTS ഗ്രൂപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്ന് ചുങ്കത്രയിൽ നിന്ന് 3.5 കിലോമീറ്റർ ഉള്ളൂ ഈ വീട്ടിലേക്കുള്ള ദൂരം. ഒരു കിടിലം വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചത്. വീടിന്റെ ഫ്രണ്ട് ഭാഗത്തെ കറുത്ത റോഡിൽ നിന്ന് വീടിന്റെ റോഡിൽ നിന്ന് നേരെ തൊട്ട് കാണുന്ന തന്നെ ഈ വീടാണ്. 13.5 സെന്റ് സ്ഥലം. 13.5 സെന്റ് സ്ഥലത്ത് 2000 സ്ക്വയർ ഫീറ്റിന്റെ ഒരു വീടാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചിരുന്നത്. വീടിന്റെ ഫ്രണ്ട് ഭാഗം കയറി വരുന്ന തന്നെ നമുക്ക് കാണാം. മെറ്റലൊക്കെ ഇട്ട് നല്ല സിപ്സൊക്കെ ഇട്ട് നല്ല വൃത്തിയാക്കി മുകളിലേക്ക് നല്ല വില്ല മോഡൽ, നല്ല വെറൈറ്റി മോഡലാണ് വീടിന്റെ വർക്കും കാര്യങ്ങളും. അത്യാവശ്യം ഇതിന്റെ സ്പേസും കാര്യങ്ങളൊക്കെ ഫ്രണ്ട് ഭാഗങ്ങളൊക്കെ അത്യാവശ്യം നല്ല വിശാലമായ ആളുകൾക്ക് എത്ര നമുക്ക് ചെറിയ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ പന്തൽ കയറ്റാനുള്ള സൗകര്യങ്ങളും വീടിന്റെ ഇടത്ത് ഭാഗത്ത് ആണ് കിണറുള്ളത്. അതിന്റെ സ്പേസും കാര്യങ്ങളും നോക്കിക്കോളും. ഇടത്ത് ഭാഗത്താണ് വീടിന്റെ ബാക്ക് ഭാഗത്താണ് കിണറുള്ളത്. വീട്ടിലേക്ക് നമുക്ക് കയറി വരുമ്പോൾ വലത്ത് ഭാഗത്ത് നമുക്ക് വണ്ടി കയറ്റി നിർത്താൻ സ്ലാബ് വെച്ച് കഴിഞ്ഞാൽ നേരെ വണ്ടി കയറ്റി നിർത്താനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. 2000 സ്ക്വയർ ഫീറ്റിന്റെ വീടാണ്. വീടിന്റെ ഉള്ളിലേക്കാണ് കയറുകയാണ്. വീട്ടിലേക്ക് കയറുന്നതിന് മുന്നേ നമുക്ക് കണ്ടില്ല ചെടികൾ, രണ്ട് കട്ടിങ് കൊടുത്ത് രണ്ട് ഭാഗത്ത് നമുക്ക് ചെടികൾ നല്ല അടിപൊളി പച്ചപ്പ് മോഡൽ അടങ്ങിയ ചെടികൾ നമുക്ക് വെച്ചിട്ട് വെക്കാനുള്ള ഒരു കട്ടിങ്ങും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ചുമരുകളൊക്കെ പിന്നെ വർക്കുകളും കാര്യങ്ങളും ചെയ്തിട്ട് നല്ല ഗോൾഡൻ കളർ നല്ല രസത്തിലാണ് മോഡൽ. ഫില്ലർ മോഡലുകളും നമ്മൾ സിറ്റ് ഔട്ടിലേക്ക് കയറി. സിറ്റ് ഔട്ടിൽ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ്. വിശാലമായ അത്യാവശ്യം ആളുകൾക്ക് വന്നിരിക്കാനുള്ള നല്ല വൃത്തിയിലാണ് ഇതിന് വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ടെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റിനാണ്. ബസ് റൂട്ട് റോഡിൽ നിന്ന് ഏകദേശം ഒരു 200 മീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം. ലിവിൻ ഹാളിലേക്ക് കയറുന്നതിന് നേരം മുന്നേ തന്നെ നമുക്ക് നല്ല ഡിസൈൻ മോഡലാണ്. ഇതിൻ്റെ നിലമ്പൂര് തേക്ക് കൊണ്ടാണ് ഇതിൻ്റെ എല്ലാം വർക്കും കാര്യങ്ങളും ഫ്രണ്ട് ഭാഗം കൊടുത്തിട്ടുള്ളത്. ഈ വീട്ടിലേക്ക് കയറിയപ്പോൾ ഹാളിലേക്ക് വിശാലമായ സൗകര്യത്തിൽ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക്, സൈഡ് വർക്ക് നമ്മൾ ആണെങ്കിൽ തരാം. ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക് എടുക്കുന്നതാണ്. നിങ്ങളിത് എടുത്തു കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് നല്ലൊരു ഓഫറിൽ വില കുറച്ചിട്ട് നമ്മളെ സഫുദ്ദീൻ ഈ വീഡിയോ എടുക്കുന്ന ആൾക്ക് ഇതിൻ്റെ വർക്കാണ്. അപ്പോൾ ഇതിൻ്റെ വർക്ക് വേണമെങ്കിൽ നമ്മൾ ഇതിന് നിങ്ങൾക്ക് വേണമെങ്കിൽ അടിപൊളി മോഡലായിട്ട് വർക്ക് നിങ്ങൾക്ക് എടുത്തു തരാം. ഹാളിൻ്റെ വിശാലമായ സൗകര്യത്തിൽ വലിപ്പം നോക്കിക്കുള്ള എല്ലാ സൗകര്യവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾക്ക് സ്റ്റെയറിൻ്റെ വർക്ക് ഏതൊരു മോഡലിൽ കൊടുക്കാൻ ഈ വീഡിയോ എടുക്കുന്ന സഫുദ്ദീനെ കോൺടാക്ട് ചെയ്ത് വിളിച്ചു കഴിഞ്ഞാൽ 2 അടിയിൽ കാണുന്ന 2 നമ്പറുണ്ട്. അതിൽ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെയാണ് എടുക്കാൻ പറ്റും. അവിടെ നമ്മൾ വന്നിട്ട് എവിടെയാണ് വീടുള്ളത് അവിടെ വന്നിട്ട് നമ്മൾ ഇതിൻ്റെ വീഡിയോ ഇതിൻ്റെ സ്റ്റെയറിൻ്റെ വർക്ക്, അതേപോലെ ചായവടികൾ എല്ലാം മോഡൽ നിങ്ങൾക്ക് വെറൈറ്റി സ്റ്റീൽ മോഡൽ വർക്ക് ചെയ്തു തരും. ഹാളിൽ നിന്ന് നമ്മൾ നേരെ കോമൺ ബാത്റൂം വിശാലമായ നല്ല സൗകര്യത്തിൽ കോമൺ ബാത്റൂം ഉണ്ടെങ്കിൽ അത്യാവശ്യം നല്ല സ്പേസും കൈകാലുള്ള വാഷ് സ്പേസും തൊട്ടിപ്പുറത്ത് നല്ല കമ്പനി ക്ലോസറ്റുകളാണ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. ടൈൽസ് ഏകദേശം ഒരു 1/2 വരെ ടൈൽ ഇട്ടിട്ടുണ്ട്. മുകൾ ഭാഗത്ത് അത്യാവശ്യം പൊക്കമുള്ളതാണ്. ഡോറ് ഡിസൈൻ മോഡലാണ് ഡോറുള്ളത്. ഈ വീടിൽ കയറി വരുമ്പോൾ തന്നെ വലത്ത് ഭാഗത്തെ ഫസ്റ്റത്തെ റൂം നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓവർ സ്പേസ് ഉള്ള റൂമല്ല കേട്ടോ, ഒരു ഒതുങ്ങിയ റൂം എന്ന് നമ്മൾ പറയും. ഒതുങ്ങിയൊരു റൂം കൂടിയാണ്. അടിയിലേക്ക് നോക്കിയപ്പോൾ 2.4 മാർബോണേറ്റ്, അതേമാതിരി നല്ല അലമാര സെറ്റ് ചെയ്യാൻ നമുക്ക് റാക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് അലമാര മോഡൽ ചെയ്യണമെങ്കിൽ അതും വേണമെങ്കിൽ ചെയ്യാം. വീട് താമസമില്ലാത്തൊരു വീട് കൂടിയാണ്. ഞാൻ വീട്ടിൽ നമുക്ക് കയറി വരുമ്പോൾ ബാത്റൂമിൻ്റെ 2ൻ്റെ ഇടയിലായിട്ട് രണ്ടാമത്തെ റൂം നല്ല വിശാലമായിട്ടുള്ളതെന്നുള്ള പറയാനില്ല, ഒരു ഒതുങ്ങിയ റൂമിൽ തന്നെ പറയുള്ളൂ. അത്യാവശ്യം എല്ലാ സൗകര്യത്തിൽ 2000 സ്ക്വയർ ഫീറ്റാണ്. അതും കൗണ്ടറും വാക്കുകളൊക്കെ ഒരേ മാതിരി കൊടുത്തിട്ട് നമുക്ക് അലമാര സെറ്റ് ചെയ്യണതിലോ ചെയ്യാം. വെട്ടുകല്ലാണ്, സിമെൻറ്റും എല്ലാം കൂടി ചേർത്ത് നല്ല ഇതിൻ്റെ ചെറിയ കരണ്ടിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാനുണ്ട്. ചെറിയ പണികളും കൂടി ചേർക്കാനുണ്ട്. ഹാള് വിശാലമായ ഹാളാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി നേരെ നമുക്ക് ഡൈനിങ് ഹാള് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളും പിന്നെ ഒരു ഓപ്പൺ ടെറസ് മോഡൽ, ഒരു വാൽക്കണി മോഡൽ ഇതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഗ്രില്ല് വെച്ചിട്ട് ഇവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ രാവിലെ തന്നെ നല്ല രസത്തിൽ മുകളിൽ ക്ലാസ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ലൈറ്റോടെ നമുക്ക് ചായ കുടിക്കാനും നല്ല സൗകര്യത്തിൽ ഇതിൻ്റെ കാര്യങ്ങൾ കാണാൻ നമുക്ക് പുറത്തോട്ട് കാഴ്ചകളും നല്ല വെറൈറ്റി നിൽക്കാൻ മുകളിൽ ഡൈനിങ് ഹാൾ ഭക്ഷണം കഴിക്കാൻ ഇവിടെ വെക്കണമെങ്കിൽ വെക്കാം, ഇതിൽ വെക്കണം വേണമെങ്കിൽ അതിലും വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ സൈഡ് ഒരു കട്ടിങ് കൊടുത്തിട്ട് നമുക്ക് പിന്നെ വാഷ് ബേസ് വെക്കാം. പിന്നെ അതിങ്ങനെ ആണെങ്കിൽ ഫ്രിഡ്ജ് സൈഡിൽ വെക്കണമെങ്കിൽ വെക്കാം. പിന്നെ ഹാളിൽ കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നോടത്ത് 2 ഫ്രിഡ്ജൊക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ സർപ്പത്തി പറയപ്പോ ഫ്രിഡ്ജ് വെക്കണം അടുക്കളയിലല്ലേ. ഞാൻ നേരെ അടുക്കളയിലേക്ക് കിച്ചണിലേക്കാണ് വരുന്നത്. അതായത് വർക്ക് ഏരിയക്ക് അത്യാവശ്യം വിശാലമായ
നല്ല സൗകര്യത്തിൽ കണ്ടോളൂ. ഇതിൽ നമുക്ക് സൈഡ് ഭാഗത്ത് ഇതിൽ എന്താ പറയുക, നമ്മൾ പാത്രങ്ങളൊക്കെ തൊട്ട് ഇപ്പോഴത്തെ തന്നെ നമുക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾക്ക് സ്റ്റോർ റൂം ആക്കാം, അല്ലെങ്കിൽ ബാത്റൂം ആക്കണമെങ്കിൽ ആക്കാം. അതിൻ്റെ കണക്ഷൻ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ചെറിയ ചെറിയ ചില്ലറ പണികളുടെ സാധനങ്ങളാണ്, ആയുധങ്ങൾ ഫുള്ള് സാധനങ്ങൾ ഇവിടെ ഉണ്ട്. പിന്നെ അടുക്കളയിൽ വന്നപ്പോൾ അതിൻ്റെ ഡിസൈന് ഒരേ മോഡൽ തന്നെയാണ് അല്ലേ, ഡിസൈന് മാർബിളായിട്ട് ഒരേ മോഡൽ തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ കിച്ചണിൽ നമുക്ക് ആലുവ അടുപ്പ് ഉപയോഗിക്കാനുള്ള സൗകര്യങ്ങളും ഇതിലെ തന്നെ സ്റ്റീലിൻ്റെ ആലുവ അടുപ്പാണ് ഉള്ളത്. ആലുവ അടുപ്പാണ് ഇതിലുള്ളത്. പിന്നെ അതേമാതിരി മുകൾ ഭാഗത്ത് ഫുള്ള് ടൈല്, അത്യാവശ്യം വലിയ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. നല്ല വീതി വലുപ്പമുള്ള 2x4 ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതേമാതിരി ഇതിൻ്റെ സൈഡിലും നല്ല വീതി വലുപ്പമുള്ള ടൈല് മാർബോണൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അടിഭാഗത്ത് നമുക്ക് ഗ്യാസ് വെക്കാനുള്ള സൗകര്യങ്ങളും സ്പേസും കാര്യങ്ങളുണ്ട്. പിന്നെ സൈഡ് ഭാഗത്ത് അതിൻ്റെ തിണ്ടുകളൊക്കെ നമുക്ക് പാത്രം കഴുകാനുള്ള സൗകര്യങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട്ടിൽ 2 ജനാലുകളാണ് കൊടുത്തിട്ടുള്ളത്. ഉള്ളിലേക്ക് ലൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നല്ല കാഴ്ചയാണ് നല്ലത്. പിന്നെ മുകളിലേക്ക് നമുക്ക് എന്തെങ്കിലും വേസ്റ്റ് സാധനങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ തേങ്ങ എന്ത് സാധനങ്ങൾ എടുത്ത് വെക്കണമെങ്കിൽ നമുക്ക് എടുത്ത് വെക്കാം. ഇത് ചുങ്കത്ര അങ്ങാടിയിൽ നിന്ന് 3.5 കിലോമീറ്ററുള്ളൂ. ചുങ്കത്ര അങ്ങാടിയിൽ നിന്ന് 3.5 കിലോമീറ്ററുള്ള ഈ വീട്ടിലേക്കുള്ള ദൂരം. നമ്മൾ ഏകദേശം എന്താ പറയുക, എരുമമുണ്ട ഭാഗത്തൊക്കെ വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയ ടൂറിസ്റ്റ് ഏരിയയും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഏകദേശം ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കാണ് കയറുന്നത്. റൗണ്ടിലാണ് ഇതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ കേട്ടോ, പണ്ട് വർക്കുകൾ കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് പ്ലെയിൻ ക്ലാസ് കൊടുക്കണമെങ്കിൽ ഇതിന് കൊടുക്കാം. അതിന് കണ്ടോ, അതിന് മോഡൽ ഭാഗത്തിന് മോഡൽ കൊടുക്കണമെങ്കിൽ അതിന് വെറൈറ്റിൻ്റെ ഇത് അങ്ങനെ റൗണ്ടിലാണ് ഇതിൻ്റെ സ്റ്റെയർ വർക്ക് വരുന്നത്. മുകളിലേക്ക് കയറിപ്പോയി എന്തോ വലുപ്പം നോക്കി, ഹാളും നല്ല വിശാലമായ വലുപ്പത്തിൽ കണ്ടോളി. ഒന്ന് കറങ്ങി ഇങ്ങനെ കാണിച്ചു കൊടുത്താൽ നല്ല ഫുള്ളൊരു ഭാഗം കംപ്ലൈൻറ്റോ പൊട്ടലോ ഒന്നും വയറിങ്ങിൻ്റെ കാര്യങ്ങൾ നമ്മൾ ചെറുതായിട്ട് ചെയ്യാനുണ്ട്, ഇതുമ ചെയ്യാനുണ്ട്. പിന്നെ അതേമാതിരി ജനാലിൻ്റെ ഡോറുകളൊക്കെ തടികളാണ് അല്ല, ഫാബ്രിക്കേഷൻ വർക്കാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേമാതിരി വലുപ്പം കണ്ടില്ല, ഹാള് വലുപ്പം നല്ല വിശാലമായ വലുപ്പത്തിലാണ്. 2 ഭാഗത്തേക്ക് താമസമില്ലാത്ത ചെറിയൊരു ഇതുണ്ട്. ഓക്കെ, നല്ല വലുപ്പത്തിലാണ് ഇതിൻ്റെ റൂം കിടക്കുന്നത്. റൂമിൻ്റെ സ്പേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം വലുപ്പം നോക്കിക്കൂടി നല്ല അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ്. ഏത് 3ാമത്തെ റൂം, 2 റൂം താഴെ കാണിച്ച് 3ാമത്തെ റൂമിൽ നിന്ന് ഇത് അറ്റാച്ച്ഡ് ബാത്റൂമാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലും ഒരു മിനറൽ ഗ്ലാസും കൊടുത്ത് നമ്മൾ മുഖം നോക്കാൻ, നമ്മൾ മുടി വാരാനൊക്കെ സ്പേസും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇത് നേരെ ഉള്ളിലേക്ക് കയറിയെങ്കിലും ബാത്റൂം, വിശാലമായ ബാത്റൂം, 3/4 ഭാഗം വരെ ടൈല് ഇട്ടിട്ടുള്ള ഭാഗം വലിയ നീളത്തിൽ വീതിയിലുള്ള ടൈലാണ് കൊടുത്തിട്ടുള്ളത്. ഇതിന് പ്ലെയിൻ ആണ് ഇതിൻ്റെ ഡോറുള്ളത്. ഏകദേശം ഇതിൻ്റെ മോഡൽ കണ്ണുകൾ ചെറിയൊരു പൊക്കത്തിലാണ് ഇതിൻ്റെ ഇത് ബാക്കി കൊടുത്തിട്ടുള്ളത്. നല്ല വെറൈറ്റിയിലാണ് ഫുള്ള് ജനാലിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ ഫുള്ള് സെറ്റിലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ 4ാമത്തെ റൂമിൽ കയറി. ഇത് 3-4 റൂമാണ്. 4ാമത്തെ റൂമിൽ കയറി 4ാമത്തെ റൂം ഞാൻ പറഞ്ഞ മാതിരി ഫസ്റ്റ് കണ്ട റൂമിൻ്റെ സ്പേസ് ഉള്ളൂ. അതിൽ റൂം അത്യാവശ്യം നല്ല വലുപ്പത്തിലാണ് ആ റൂമുള്ളത്. റൂമിൽ നിന്ന് നേരെ നമ്മൾ നോക്കി അത്യാവശ്യം അറ്റാച്ച്ഡ് ബാത്റൂം നല്ല സൗകര്യത്തിൽ 3/4 ഭാഗം മുകളിൽ വരെ ടൈലിട്ട് വൃത്തിയാക്കി. പിന്നെ അതേമാതിരി നമുക്കിത് ക്ലോസറ്റ് നമുക്ക് ഇഷ്ടപ്പെട്ടതുമാണെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കുക. ഏതാണ്ടൊക്കെ കമ്പനി ഏതാണ് നമുക്ക് കൊടുക്കണമെങ്കിൽ ആ കമ്പനി കൊടുക്കുക. ചില ആളുകൾക്ക് ഇത് പറ്റ ലോക്കലാണെന്നുള്ള തോന്നലുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ എന്ത് വെച്ചാൽ ക്ലോസറ്റ് ഫിറ്റ് ചെയ്യാൻ. അപ്പോൾ നമുക്ക് അത് ക്ലോസറ്റ് കൂടി ഫിറ്റ് ചെയ്യാനുള്ള സൗകര്യം. ഇങ്ങനെ നോക്കുമ്പോൾ നോക്കി എന്താ കാഴ്ചയിൽ ഇവിടെ നല്ല പ്ലെയിൻ ആയിട്ട് ക്ലാസ് കൊടുക്കണമെങ്കിൽ, ഡിസൈൻ മോഡലൊക്കെ കൊടുക്കണമെങ്കിൽ അതേമാതിരി അതിനാണ് പ്ലെയിൻ ആക്കി ഇട്ടിട്ടുള്ളത്. ഞാൻ പുറത്തോട്ടാണ് പോകുന്നത്. അതിൻ്റെ പുറത്തോട്ട് പോകുമ്പോൾ പുറത്തോട്ടുള്ള നമ്മളെ സിറ്റ് ഔട്ടിലേക്ക് വന്നപ്പോൾ ഇത് ഓപ്പണാണ്. ഇവിടെ നമ്മൾ ചെറുതായിട്ട് സ്റ്റീലിൻ്റെ വർക്ക് കൊടുക്കണമെങ്കിൽ നമ്മൾ സർഫുദ്ദീന് കൊടുക്കാം. കുറഞ്ഞ ഏകദേശം നല്ല മോഡൽ നിങ്ങൾക്ക് തടികൾ കൊണ്ട് നല്ല മോഡൽ കൊടുക്കാം. ഇൻഡസ്ട്രി വർക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിൽ പറ്റിയ നല്ല ഓപ്പൺ ഇതിലാണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. വീടിൻ്റെ ഫ്രണ്ട് ഭാഗങ്ങൾ കണ്ടോടി അത്യാവശ്യം നല്ല സ്പേസും കാര്യങ്ങളുണ്ട്. ഫ്രണ്ട് നല്ലുണ്ട്. പിന്നെ കറുത്ത റോഡിൽ നിന്ന് ബസ് റൂട്ട് റോഡിൽ നിന്ന് ആകെ 200 മീറ്ററുള്ളൂ ഈ വീട്ടിലേക്ക് ഉള്ള ദൂരം. അതായത് ടൗണിൽ നിന്ന് 3.5 കിലോമീറ്റർ, അതായത് ബസ് റൂട്ടിൽ നിന്ന് ആകെ 200 മീറ്ററുള്ളൂ ഇതിലേക്കുള്ള ദൂരം. ഏകദേശം നല്ല അടുത്ത് എന്താ പറയുക, വണ്ടി വാഹനങ്ങളൊക്കെ നിങ്ങൾ നടന്നു പോയാൽ മതി. നല്ല അടിപൊളി സ്ഥലമാണ്. സ്ഥലത്തിൽ 13.5 സെൻറ്റ് സ്ഥലം ഈ വീടിന് ചോദിക്കുന്നത് വെറും 60 ലക്ഷം രൂപയാണ്. ഇത് ഈ വീട് 13.5 സെൻറ്റ് അല്ല, 27 സെൻറ്റ് അല്ലേ, 27 സെൻറ്റ് സ്ഥലമുണ്ട്. അത് 13.5 സെൻറ്റ് എടുക്കുകയാണെങ്കിലാണ് 60 റുപ്യ. അതിൽ നിങ്ങൾ മുകളിലേക്ക് എടുക്കുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക്
വില അഡ്ജസ്റ്റ് ചെയ്ത് കണ്ട് നിങ്ങൾക്ക് ഒരു പാകത്തിനെടുക്കുക. ആ വില ഞാൻ പറയണില്ല. എന്താ ചോദിച്ചാൽ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു മാറ്റം പിടിച്ചു കണ്ട് നമുക്ക് സംസാരിക്കണമെങ്കിൽ നമ്മൾ അതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഇത് മൊത്തം 27 സെൻറ്റ് സ്ഥലമാണ്. 13.5 സെൻറ്റ് സ്ഥലത്തിനാണ് ഞാൻ ഈ വില പറഞ്ഞിട്ടുണ്ട്. 60 ലക്ഷം രൂപ. നല്ല അത്യാവശ്യം നല്ല വില വരുന്ന ഏരിയയും കൂടിയാണ്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ട് എങ്കിൽ അടിയിൽ എഴുതി കാണിക്കുന്ന നമ്പറുമായിട്ട് നിങ്ങൾ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക.